അവരുടെ ബ്രാൻഡിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനലിന്റെ ബ്രാൻഡിങ്ങിന് വേണ്ടി ഒരു സ്പോൺസറെ കണ്ടെത്തി അവരിലേക്ക് എല്ലാം അർപ്പിക്കുന്ന രീതിയാണോ വേണ്ടത്? ഇവരെ ഫിഫയിൽ നിന്നും ഫിഫയിൽ നിന്ന് എന്ത് അനുമതിയാണ് തേടിയത്? അല്ലെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ അനുമതി എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? ഈ കരാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ കരാറിലെ അന്നത്തെ സർക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഔദ്യോഗിക ഏജൻസി ഇതിന് ഉറപ്പ് നൽകിയിട്ടുണ്ടോ? അവർ ഇത് ക്യാബിനറ്റിൽ വെച്ചിട്ടുണ്ടോ? ഇതിനൊന്നും വ്യക്തമായ ഉത്തരങ്ങളില്ല. ഇതൊക്കെ ആകാശത്ത് ഇങ്ങനെ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ മന്ത്രി അന്നത്തെ പ്രസ്താവനകൾ മാത്രം മീഡിയകൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളൂ. പക്ഷെ ഇതിന് മുമ്പിലേക്കും ബാക്കിലേക്ക് ചിന്തിച്ച ഇത് ആർക്കാണ് ഇതിന് ഗുണഭോക്താക്കള്? ഈ അർജന്റീന ടീമിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ കായിക പ്രേമികൾ കളി കാണാമെന്നതേ ഉള്ളൂ. പക്ഷെ ഇതിന് ഗുണഭോക്താക്കൾ ആരാണ്? ഇത് കൊണ്ടുവരാൻ ഡീൽ എവിടുന്നാണ് ഉണ്ടാക്കിയത്? ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ആർക്കും ഒരു ഉത്തരമില്ല. അപ്പൊ കൃത്യമായ അന്വേഷണം ഇതില് കായിക പ്രേമികളുടെ വളരെ ആവശ്യമായ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണം. ഇനി ഒരു സർക്കാരും ആളുകളെ വിശ്വാസത്തെ അല്ലെങ്കിൽ കായിക പ്രേമ ചൂഷണം ചെയ്യരുത്. ഞങ്ങളൊക്കെ അന്ന് ബൈറ്റ് കൊടുത്താ, ഞാൻ അന്നത്തെ ന്യൂസ് ചാനലിൽ ബൈറ്റ് കൊടുത്താ. കാരണം നല്ല അങ്ങനെ അർജന്റീന ടീം വരുന്നതോട് കേരളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം അന്നത്തെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്രേരണവും ഫുട്ബോളിനോട് ഒരു പാഷനാവും. ഒരുപാട് ഗുണങ്ങൾ അർജന്റീന ടീം വരുമ്പോൾ സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ കാണികൾ ആരാധിക്കുന്ന ഒരു ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരും. അതിന് ഗുണം ഉണ്ടാവുന്ന ഉറപ്പ് വിശ്വസിക്കുന്ന ഒരാളാണ്. അന്ന് അതിന് പോസിറ്റീവ് മൈൻഡിൽ കണ്ട ഒരാളാണ്. പക്ഷെ ഇത് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ മൈലേജിന് ഒരു പൊളിറ്റിക്കൽ കരിയറിന്റെ മൈലേജിന് വേണ്ടി മാത്രം എടുക്കുന്ന ഇത്തരം സിറ്റുവേഷനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും? ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? സർക്കാരിനെ വിശ്വാസത്തിലെടുത്തിട്ടാണോ നമ്മൾ ഇതെല്ലാം അംഗീകരിച്ചു പോകുന്നത്? സർക്കാർ വരെ നമ്മൾ ജനങ്ങളെ പറ്റിച്ചില്ലേ? അന്നത്തെ സർക്കാർ നമ്മളെ പറ്റിച്ചില്ലേ? കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അവർ നമ്മൾ ശരിക്കും പറ്റിച്ചല്ലേ? ഞങ്ങളുടെ വികാരത്തെ അത്രത്തോളം അവർ ഇപ്പൊ വ്രണപ്പെടുത്തല്ലേ? ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്. കേരളത്തിൽ അർജന്റീന ടീം വരിക എന്ന് പറയുന്നത് ഞങ്ങളെ ഓരോ ആരാധകരെ സംബന്ധിച്ചും വളരെ വളരെ വിലപ്പെട്ടതാണ്. ഞങ്ങളെ വികാരത്തെ ചൂഷണം ചെയ്യല്ലേ അവർ ചെയ്തത്? എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത് പുറത്തു കൊടുക്കാൻ പറ്റുക? എന്താണത് പർപ്പസ്ഫുള്ളി ചെയ്തിട്ടുള്ള ഒന്നാണ്, അതായത് അത് വേറെ ഏതോ നിലയ്ക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു, അല്ലാതെ മെസ്സിയെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു എന്നാണോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് അറിയാമായിരുന്നില്ല. അത് അവർ ആരെ അക്കൗണ്ടിലേക്കാണ് ഈ പണം ട്രാൻസ്ഫർ ചെയ്തത്? അതിന്റെ ഡീറ്റെയിൽസ് പുറത്തുവിടണ്ടേ? ഇടനിലക്കാരന്റെ അക്കൗണ്ടിലേക്കാണോ ഇവർ പണം ട്രാൻസ്ഫർ ചെയ്ത്, അതോ AFAയുടെ അക്കൗണ്ടിലേക്കാണോ? അപ്പൊ കൃത്യമായി ഇതിന് ഫണ്ടിങ് കൊടുത്തിട്ടെന്ന് അവർ പറയുന്നത്. അതിന്റെ രേഖ പുറത്തുവിട്ടിട്ടുണ്ടോ? ആരുടെക്കാണ് ഇത് കൊടുത്തത്? നമുക്ക് എന്ത് വിശ്വസ്തതയുള്ളത്? അവർ തീർച്ചയായും ആ ചാനലും അല്ലെങ്കിൽ മന്ത്രിയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിട്ടിരിക്കും, രഹസ്യമായ ഉടമ്പടി ഉണ്ടാവും. ആ ചാനലിന് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടോ? അവർ ബ്രാൻഡിങ്ങിനായിട്ട് രാമനാട്ടകര മുതൽ കോഴിക്കോട് വരെ എങ്ങനെ മെസ്സി വണ്ടിയിൽ വരും എന്നുള്ളതിന്റെ പ്ലാന് വരെ 3D ഇട്ടിട്ട് അവർ വീഡിയോ ഔട്ട് ചെയ്ത് എന്തിനുപയോഗിച്ചു ആ ചിത്രം? ഉറപ്പ് കിട്ടാത്ത ഒരു കളിക്ക് വേണ്ടി മെസ്സി എങ്ങനെ വരും, ആളുകൾ എവിടെ നിൽക്കണം, പോലീസ് എത്രത്തോളം സെക്യൂരിറ്റി നോക്കണം എന്നൊക്കെ പറഞ്ഞൊരു 3D വിഷ്വലൈസേഷൻ ആ പ്രമുഖ റിപ്പോർട്ടർ ചാനൽ അന്ന് പുറത്തുവിട്ടുണ്ടായിരുന്നു. അവർ എന്തടിസ്ഥാനത്തിലാണ് ആ വീഡിയോ പോലും ഉണ്ടാക്കിയത്? അവരെ ബ്രാൻഡിങ്ങിന് മാത്രം ഉപയോഗിച്ചു. ആ ബ്രാൻഡിന്റെ ഗുണഭോക്താക്കൾ ആരാ? അന്നത്തെ സർക്കാരായിരുന്നു. കാരണം അന്നത്തെ സർക്കാരുടെ വികാരം ഫുട്ബോളുള്ള ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളിലേക്ക് അർജന്റീന ടീം എത്തുന്നുകൂടി അവർക്കൊരു പ്രത്യേക സപ്പോർട്ട് കൊടുന്ന് പ്രതീക്ഷിച്ചു. കൊണ്ടുവരും, സ്വാഭാവികം ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഇത് വ്യക്തമായ വിശ്വാസവഞ്ചനയാണ്. തീർച്ചയായും നമ്മൾ അധികാരികള് ഇത്തരം വിശ്വാസവഞ്ചന നേടുമ്പോൾ തീർച്ചയായും നടപടി എടുക്കണം. അതിൽ ഒന്നും പറയാനില്ല. ഇതിൽ കുറഞ്ഞൊരു ആവശ്യം ഞങ്ങൾക്കില്ല. തീർച്ചയായും നടപടി എടുത്തേ പറ്റൂ. ആരന്വേഷിക്കും ഈ കേസ്? കാരണം ഇതിന് തെളിവില്ല. ഇത് ഫുട്ബോൾ അസോസിയേഷൻ ഇവിടെ വന്ന് കളിച്ചിട്ടില്ല, പണം സർക്കാർ കൈമാറിയിട്ടില്ല. അപ്പൊ അങ്ങനെ കൈയൊയ്യാനൊന്നും പറ്റില്ല. ഈ സർക്കാരാണ് ഇതിന്റെ ഇടനിലക്കാരനായിട്ട് നിന്നിട്ടുള്ളത്. തീർച്ചയായും അന്നത്തെ സർക്കാർ മറുപടി പറഞ്ഞേ തീരൂ. അല്ലെ അവർക്ക് അന്നത്തെ സ്പോർട്സ് മന്ത്രിക്കെതിരെ തീർച്ചയായും നടപടിയെടുക്കണം. അത് എന്തൊക്കെ ശിക്ഷ കൊടുക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ശിക്ഷിക്കണം എന്നാ. ഇനി ഇത് ആവർത്തിക്കരുത് ഒരിക്കലും. ഒരു ഫുട്ബോളിന്റെ കാണികളുടെ ഇത്തരം വികാരത്തെ ഒരിക്കലും മാനിക്കാതെ പോകരുത്.